എനിക്ക് തന്നെ മനസ്സിലാകാത്ത ചില കാരണങ്ങളാൽ ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് നടത്തിക്കൊണ്ടുവന്നിരുന്ന വിവോക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഇല്ലാതായിരിക്കുകയാണ്. ലൈംഗികതയെപ്പറ്റി ലോകത്തിലെ തന്നെ പ്രസിദ്ധരായിട്ടുള്ള സെക്സ് തെറാപ്പിസ്റ്റുകളെയും സെക്സ് റിസർച്ചേഴ്സിനെയും സെക്ഷുവാലിറ്റി എക്സ്പേർട്സുകളെയും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്ന ഈ ഒരു ചാനൽ എന്നെ സംബന്ധിച്ച് വെറും ഒരു ഹോബിയോ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമോ ഒന്നുമല്ല, ഒരു ജീവിത ദൗത്യമാണ്. പലരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു നിതാന്ത പരിശ്രമമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ബുദ്ധിമുട്ടോ മാർഗ തടസ്സമോ ഒക്കെ നേരിട്ടാൽ പോലും ഞാൻ 3-ാം നൂറ്റാണ്ടിൽ കാമസൂത്രം സമാഹരിച്ച വത്സായന മഹർഷിയുടെ പേരിൽ തുടങ്ങിയ ഈ പ്ലാറ്റ്ഫോമുമായിട്ട് മുമ്പോട്ട് തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇല്ലാതായ എൻ്റെ പഴയ ചാനലിൽ 300-ലധികം വീഡിയോസും ഏകദേശം 40,000 അടുത്ത് സബ്സ്ക്രൈബേഴ്സും 50 ലക്ഷത്തിലേറെ വ്യൂസും ഉണ്ടായിരുന്നു. എല്ലാ മാസവും 14,000 പുതിയ സബ്സ്ക്രൈബേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിലാണ് വിവോക്സ് മലയാളം ഇല്ലാതായത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം കൂടിയേ തീരൂ. എല്ലാവരും വിവോക്സ് എന്ന് പറയുന്ന പുതിയ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എനിക്ക് നേരത്തെ നൽകിയിരുന്ന പിന്തുണ ഈ പുതിയ ചാനലിന് നൽകണം. അതുപോലെ തന്നെ അത് മറ്റുള്ളവരിൽ എത്തിക്കാൻ സഹായിക്കുകയും വേണം. കാരണം വീണ്ടും തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ചെയ്ത വീഡിയോകൾ കൊണ്ട് ജീവിതം തന്നെ മാറി എന്ന് പറയുന്ന, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്ന, വിവാഹം തന്നെ രക്ഷിച്ചു എന്ന് പറയുന്ന അനവധി ആളുകളുണ്ട്. അവരിൽ പലരും എന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്ത കണ്ടന്റ് യൂട്യൂബിൽ ലഭ്യമല്ല എന്ന് പറഞ്ഞ് എന്നെ ഫോണിൽ വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അവർ തരുന്ന ആ പ്രചോദനമാണ് എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സംരംഭവുമായിട്ട് മുമ്പോട്ട് തന്നെ പോവുകയാണ്. നിങ്ങളെല്ലാവരുടെയും പിന്തുണയും സഹായവും സബ്സ്ക്രിപ്ഷനും ഒക്കെ എനിക്ക് ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പുതിയ ചാനലായ വിവോക്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ മുറിയിൽ യാതൊരു പരിചയമില്ലാത്ത കുറേ ആളുകളുടെ നടുക്ക് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിന് സെക്സ് ചെയ്യാൻ പറ്റുമോ? അതാണ് നിങ്ങൾ കാണുന്ന പോൺ. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. എങ്ങനെയാണ് ഒരു പോൺ ഫിലിം ഷൂട്ട് ചെയ്യുന്നതെന്നും അത് കാണുന്നത് വഴി നമുക്കുണ്ടാകുന്ന പ്രധാനമായിട്ടുമുള്ള 3 തെറ്റിദ്ധാരണകളെ പറ്റിയുമാണ്. നിങ്ങൾ ചിലരെങ്കിലും ഇപ്പം കരുതുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്തത്, ഇതിൻ്റെ ആവശ്യകത ഉണ്ടോയെന്നൊക്കെ. നിങ്ങൾക്കറിയുമോ, ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വെച്ച് ഏറ്റവും അധികം പോൺ കാണുന്ന 3 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. മറ്റു 2ഉം അമേരിക്കയും ബ്രിട്ടനുമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഴയ പോൺ സ്റ്റാറായ സണ്ണി ലിയോണി കേരളത്തിൽ വന്നപ്പോൾ മലയാളികൾക്കുണ്ടായ ഒരു ആവേശവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ലൈംഗികതയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒരു മീഡിയം തന്നെയാണ് പോൺ. പക്ഷേ ആ ഒരു സ്വാധീനം നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള ലൈംഗികതയും അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടുള്ള ഒരു ലൈംഗികതയെ വളരെ ഗുരുതരമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു പോൺ ഫിലിം ഷൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പം ആ ഒരു തിരിച്ചറിവിലൂടെ നമുക്കൊക്കെ സെക്സിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതാവുകയും നമ്മളുടെ സ്വന്തം ശരീരത്തെ പറ്റിയുള്ള ഒരു ശരിയായ ബോധവും വരികയും ചെയ്യും. അല്ലെങ്കിൽ ഇത് കാണുന്നത് മൂലം നമ്മളുടെ ശരീരത്തെ പറ്റി തന്നെ പലർക്കും അപകർഷതാബോധം ഉണ്ടാവും. ഇന്ന് ഒട്ടുമിക്ക പുരുഷന്മാരിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2 സെക്ഷൽ പ്രശ്നങ്ങളാണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും പ്രിമച്ചുർ ഇജാക്കുലേഷനും. മലയാളത്തിൽ ഇതിന് ഉദ്ധാരണ കുറവെന്നും ശീഘ്രസ്ഖലനം എന്നൊക്കെ പറയും. എന്നാൽ നിങ്ങൾ എന്നെങ്കിലും ഒരു പോൺ ആക്ടറിന് ഉദ്ധാരണ കുറവോ ശീഘ്രസ്ഖലനമോ വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ പോൺ ഫിലിപ്പിനെ ആരും കാണില്ല. അഥവാ ഇനിയും അത് സീനിൽ വന്നു കഴിഞ്ഞാൽ പോലും അത് കട്ട് ചെയ്ത് മാറ്റാൻ അവർക്ക് എഡിറ്റേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ ഉണ്ട്. എന്നാൽ ഇത് കാണുന്ന പ്രേക്ഷകന് ഇത് മനസ്സിലാകുകയുമില്ല. അത് അവൻ കരുതുന്നത് സെക്സ് എന്ന് പറയുന്നത് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി ആണെന്നുമാണ്. അപ്പം ഇത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് എന്ന് പറയുന്നതിൻ്റെ ആവറേജ് ഡ്യൂറേഷൻ അത് പഠനങ്ങൾ പറയുന്നത് വെറും 5.7 മിനിറ്റ് മാത്രമാണ്. ഇനി നമുക്ക് പോൺ സിനിമകളിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ നോക്കാം. പല പുരുഷന്മാരുടെയും ഒരു രതി സ്വപ്നമാണ് ഈ പോൺ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിയൽ ആയിട്ടുള്ള സെക്സ് ലൈഫിൽ ഒരു സ്ത്രീയെ പൂർണ്ണമായിട്ടും സെക്ഷലി സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രയാസം പിടിച്ചൊരു പണിയാണ്. കാരണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഫോർ പ്ലേ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം.
അതായത് ഒരു സ്ലോ പ്രോസസ്സിലൂടെ, അതായത് കിസ്സിങ്, ടച്ചിങ്, എംബ്രേസിങ്, ആ ഒരു സ്ലോ പ്രോസസ്സിലൂടെ മാത്രമേ ഒരു സ്ത്രീ എറോസ്ഡ് ആവുകയുള്ളൂ. എങ്കിൽ മാത്രമേ മിക്ക സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ടൊരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പോൺ ഫിലിമിൽ ഈ ഒരു ഫോർ പ്ലേ ഒട്ടുമിക്ക പോൺ ഫിലിമിലും കാണിക്കാറില്ല. കാരണം എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും ഒരു പോൺ ഫിലിം ഉണ്ടാക്കുന്നത് ഒരു പുരുഷൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാക്ടർ തന്നെ കംപ്ലീറ്റ്ലി മിസ് ഔട്ട് ആകും. ഇനി മൂന്നാമതായിട്ട് പോണോഗ്രഫി എങ്ങനെ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും ബോഡി ഇമേജിനെ സാരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാം അറിയാം, ഇന്ന് പുരുഷന്മാരുടെ ഇടയിലുള്ള ഏറ്റവും വലിയ ഒരു ആവലാതി എന്ന് പറയുന്നത് അവരുടെ ലിംഗവലിപ്പമാണ്. പലരും ധരിച്ചു വെച്ചേക്കുന്നത് അവരുടെ ലിംഗത്തിന് വേണ്ടത്ര നീളമില്ല ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താനെന്നൊക്കെയാണ്. എന്നാൽ ഇതിന് യാതൊരു വസ്തുതയോ സയൻറ്റിഫിക് ബേസിസോ ഒന്നുമില്ല. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ സെൻസിറ്റീവായിട്ടുള്ള ഒരു യോനി പ്രദേശത്തിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ആഴമെന്ന് പറയുന്നത് വെറും 2.5 ഇഞ്ച് മാത്രമാണ്. അതായത് ഒരു പുരുഷന്റെ ലിംഗത്തിന് ഉദാഹരണത്തിൽ 2.5 ഇഞ്ച് നീളമുണ്ടെങ്കിൽ അവനൊരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ പറ്റും. അപ്പം നിങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പോൺ സിനിമയിൽ ഇത്രയും വലിയ ലിംഗങ്ങൾ കാണിക്കുന്നത്? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ അത് ക്യാമറയ്ക്ക് മുമ്പിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഏത് ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്താലും കാണാൻ പറ്റുകയുള്ളൂ. ആ ഒരു അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെയുള്ള പോൺ ആർട്ടിസ്റ്റുകളെ ഓഡിഷൻ ചെയ്ത് സെലക്ട് ചെയ്യുന്നത്. നമ്മളാരും പാർട്ട്ണറുമായിട്ട് സെക്സ് ചെയ്യുന്നത് നാട്ടുകാരെ കാണിക്കാനല്ലോ. ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്ന് പല സ്ത്രീകൾക്കും ഉള്ളത്. പല സ്ത്രീകളും ഇന്ന് ധരിച്ചു വെച്ചേക്കുന്നത് അവരുടെ ആ ഒരു വജൈന ഏരിയയ്ക്കും അല്ലെങ്കിൽ വൾവയ്ക്കും ഒക്കെ സാരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ ഒരു ഡോക്ടറിൻ്റെ എടുക്കുകയും സർജൻ്റെ എടുക്കുകയും അത് റീഡിസൈൻ ചെയ്യാനും അതിൻ്റെ കളറ് ലൈറ്റൻ ചെയ്യാനും പിങ്ക് കളറാക്കാനും ഒക്കെ എന്ന് പറഞ്ഞ് പോകുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പുരുഷൻ്റെ ലിംഗം മാതിരി ഒരു സ്ത്രീയുടെ വൾവ അല്ലെങ്കിൽ ആ യോനി പ്രദേശം എന്നൊക്കെ പറയുന്നത്, ആ വൾവ ഏരിയ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ സൈസിലും ഷേപ്പിലും തന്നെയാണ് പ്രകൃതി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനൊന്നും യാതൊരു കുഴപ്പമേ ഇല്ല. പോണോഗ്രഫി എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഉപാധിയാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു രജനീകാന്തിൻ്റെ സിനിമ കണ്ടിട്ട് ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ചിന്തിക്കുമോ? അതുപോലെ തന്നെയാണ് പോണും. അതിൽ കാണിക്കുന്നത് സെക്സ് അല്ല, ഫാൻറ്റസിയാണ്. തിരിച്ചറിയുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമൊത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ടോപ്പിക്കുകൾ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.